BBAക്ക് മാത്രമുള്ളൊരു ചാപ്റ്ററാണ് ഈ ടൈം സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഒരു പ്രോബ്ലം ഷുവറായിട്ട് വരും. ചിലപ്പോൾ SC ആയിരിക്കും, ചിലപ്പോൾ സെക്ഷൻ ബിയിലായിരിക്കും. പിന്നെ ഈ 2 മാർക്കിന് ഉറപ്പായിട്ടും ഞാൻ ഈ പറയുന്ന 4 കമ്പോണൻറ്റിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ, അതിലൊരു സംശയമില്ല. അപ്പോൾ എല്ലാവരും ടൈം സീരീസ് നന്നായി പഠിക്കുക BBAക്കാർ. അപ്പോൾ ഇതിനകത്ത് കമ്പോണൻറ്റ് ഓഫ് ടൈം സീരീസ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ, അത് സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ട്രെൻഡ് കണ്ടുപിടിക്കില്ലേ നമ്മൾ. ഓരോ വർഷം കഴിയുമ്പോഴും അതിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ് പോണേന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് ടൈം സീരീസ്. അപ്പോൾ ഈ ടൈം സീരീസിനെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കമ്പോണൻ്റ് ഉണ്ട്. എത്ര കമ്പോണൻ്റ് ഉണ്ട്? മെയിൻലി എത്ര കമ്പോണൻ്റ് ഉണ്ട്? 4 കമ്പോണൻ്റ് ഉണ്ട്. ഏതൊക്കെയാ? സെക്യുലർ ട്രെൻഡ്, സീസണൽ വേരിയേഷൻസ്, സൈക്ലിക് വേരിയേഷൻസ്, ഇറഗുലർ വേരിയേഷൻസ്. സെക്യുലർ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ട്രെൻഡ് റെഫേഴ്സ് ടു ലോങ് പീരീഡ് ചേഞ്ചസ്. ട്രെൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരുപാട് കാലത്തിൻ്റെ ചേഞ്ചസ്, മാറ്റത്തിനെയാണ് നമ്മൾ ട്രെൻഡ് എന്ന് പറയുക അല്ലേ. ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഗതി എന്നാണ് അർത്ഥം, മനസ്സിലായില്ലേ? ഇറ്റ് ഷോസ് ദ definite and basic tendency of the statistical data with the passage of time. അതായത് സമയം പോകുന്നതിനനുസരിച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയിൽ ഉണ്ടാകുന്ന ആ ഡെഫിനിറ്റ് ആയിട്ട് വരുന്ന ചേഞ്ച് ഇല്ലേ, അതിനെയാണ് സെക്യുലർ ട്രെൻഡ് എന്ന് പറയുക കേട്ടോ. ഇറ്റ് ഈസ് എ സ്മൂത്ത്, റെഗുലർ ആൻഡ് ലോങ് ടേം മൂവ്മെൻറ്റ്. ഇത് സ്മൂത്തായിട്ട് എപ്പോഴും ഓരോ ഇൻ്റർവെല്ലിലും റെഗുലറായിട്ട് വരുന്ന ഒരു മൂവ്മെൻ്റ് ആണ് സെക്യുലർ ട്രെൻഡ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മാറുന്നത്. അതിനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻ എ സീരീസ് കൺസേണിങ് പോപ്പുലേഷൻ ഓർ നാഷണൽ ഇൻകം ആൻഡ് അപ്വേർഡ് ടെൻഡൻസി നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെ നമുക്ക് നോട്ടീസ് ചെയ്യാം. ശരിയല്ലേ? അതായത് ദേശീയ വരുമാനവും ജനസംഖ്യയും ഇന്ത്യയുടെ എന്താണ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? ഡാറ്റ വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ബർത്തിൻ്റെ ഡെത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാമല്ലോ. അപ്പോൾ അതിനെയാണ് സെക്യുലർ ട്രെൻഡ് എന്ന് പറയുക. ഇനി സീസണൽ വേരിയേഷൻസ് പറഞ്ഞാൽ എന്താ? പേരിൽ തന്നെയാണ് ഇത് സീസണൽ വേരിയേഷൻസ് പറഞ്ഞാൽ. അപ്പോൾ അത് ഷോർട്ട് ടേം ആണ്. ആ സീസൺസിൽ മാത്രമേ നമുക്ക് അതിന് ചേഞ്ച് ഉണ്ടാവുള്ളൂ, മനസ്സിലായില്ലേ? അതാണ് സീസണൽ വേരിയേഷൻ. സീസണിൽ മാത്രം. ചിലപ്പോൾ ഈ ഓണം സീസണിൽ എന്തിന് ഡിമാൻഡ് കൂടുതലായിരിക്കും? ഓണം സീസണിൽ എന്തിന് ട്രെൻഡ്സ് കൂടുതലായിരിക്കും? ഫ്ലവർ. ഓക്കെ, ഫ്ലവേഴ്സ് ആയിക്കോട്ടെ, ഡ്രസ്സ് ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാധനം, സോഷ്യൽ കസ്റ്റംസ്, കണ്ടീഷൻസ്, റിലീജിയസ് ഫങ്ഷൻസിലൊക്കെ ക്ലൈമറ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇപ്പോൾ റെയിനി സീസണിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡ്സ് എന്തിനായിരിക്കും? അംബ്രല. ശരിയല്ലേ? അപ്പോൾ അതാണ് സീസണൽ വേരിയേഷൻസ്. അടുത്താണ് സൈക്ലിക് വേരിയേഷൻ. സൈക്കിൾ പോലെയാണ്. സൈക്ലിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എപ്പോഴും പീരിയോഡിക് മൂവ്മെൻ്റ് ആണ്, മനസ്സിലായോ? ദീസ് വേരിയേഷൻസ് ഒക്വർ അറ്റ് ഇൻ്റർവെൽ. ഓരോ ഇൻ്റർവെല്ലിലും ഓരോ പീരീഡ്സിലും എന്തുണ്ടാവും? ഈ ചേഞ്ചസ് വരും, അതായത് ട്രെൻഡ് വരും, മനസ്സിലായത്? ഒരു വർഷത്തിനേക്കാൾ കൂടുതൽ സമയം എടുത്തിട്ട് ചേഞ്ചുകൾ വരാം കേട്ടോ. സൈക്ലിക് ഫ്ലക്ച്വേഷൻസ് ആണ് നമുക്ക് പറയുക. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിഗർ വരച്ച് വെക്കാം കേട്ടോ. ഈ സൈക്ലിക് ഫ്ലക്ച്വേഷൻസിൻ്റെ അവിടെ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചാൽ ഒരു ഫിഗർ ഇങ്ങനെ വരച്ച് വെക്കാം കേട്ടോ. ഇങ്ങനെ ഫിഗർ, അതിലൊന്നാണ് ബൂം. അതന്നെ ബൂം സിറ്റുവേഷൻ, റിസഷൻ, ഡിപ്രഷൻ, റിക്കവറി. അറിയാലോ? അപ്പോൾ ഈ സൈക്ലിക് വേരിയേഷൻ ചോദിച്ചാൽ മക്കളെ ഉറപ്പായിട്ടും ഈ ഫിഗറും കൂടി വരച്ച് വെക്കാം കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, എന്നിട്ട് പറയാം ദിസ് സൈക്ലിക് മൂവ്മെന്റ് പാസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ് ലൈക്ക് പ്രോസ്പെരിറ്റി എന്ന് പറയുന്നതാണ് ബൂം കേട്ടോ, അഭിവൃദ്ധി. പിന്നെ റിസഷൻ, ഡിപ്രഷൻ ആൻഡ് റിക്കവറി. അടുത്ത ഇറഗുലർ ഫ്ലക്ച്വേഷൻ. ഇറഗുലർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അറിയാം അത് അൺയൂഷ്വൽ ആണ്, അൺഎക്സ്പെക്റ്റഡ് ആണ് അല്ലേ. റെഗുലർ അല്ലാതെ ആക്സിഡൻ്റലി വരുന്ന ഒരു മൂവ്മെൻ്റ് ആണ് ഇറഗുലർ ഫ്ലക്ച്വേഷൻ. അതായത് ഇപ്പോൾ എർത്ത് ക്വേക്ക്, സ്ട്രൈക്ക്, ഫ്ലഡ്, ഇതൊക്കെ നമുക്ക് എക്സ്പെക്റ്റഡ് ആണോ? അതൊക്കെ ആണോ? അല്ല. ഇപ്പോൾ കോവിഡ് സിറ്റുവേഷനിൽ മാസ്കിന് ട്രെൻഡ്സ് വന്നു അല്ലേ, അത് നമുക്ക് എക്സ്പെക്റ്റഡ് ആയിരുന്നു. മാസ്കിന് അടുത്ത മാസം ട്രെൻഡ് വരും, മാസ്ക് എല്ലാവരും വാങ്ങും, നമുക്ക് പറയാൻ പറ്റുമോ? അത് അൺഎക്സ്പെക്റ്റഡ് ആണ് അല്ലേ. ദാറ്റ് ഈസ് എന്ത്? ഇറഗുലർ ഫ്ലക്ച്വേഷൻസ്. ഈ 4 എണ്ണത്തിൽ നിന്ന് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ അത് 4 കൂടി ഒരുമിച്ച് സെക്ഷൻ ബിയിൽ ചോദിക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട്, അതായത് ട്രെൻഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എത്ര മെത്തേഡ് പഠിക്കാനുണ്ട്? 4 മെത്തേഡ്. ഈ 4 മെത്തേഡ് പഠിച്ചാൽ ചാപ്റ്റർ കഴിഞ്ഞു. എത്ര മെത്തേഡ് പഠിക്കാനുണ്ട് ട്രെൻഡ് കാണാനായിട്ട്? ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ്. ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് അങ്ങനെ എക്സാമിന് ചോദിക്കാറില്ല. മെത്തേഡ് ഓഫ് സെമി ആവറേജ്, മെത്തേഡ് ഓഫ് മൂവിങ് ആവറേജ്, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. ഈ 3 മെത്തേഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് തന്നെയാണ് ഗ്രാഫിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ ഡാറ്റ ഉപയോഗിച്ച് ഒരു ഡയഗ്രം വരയ്ക്കുക. ഇപ്പോൾ 2000 ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗ്രാഫ് പേപ്പർ ഒബ്റ്റെയിൻ ദ ട്രെൻഡ് വാല്യൂ. അതായത് ഗ്രാഫ് പേപ്പറിൻ്റെ സഹായത്തോടു കൂടി ട്രെൻഡ് വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. ഇതിൽ ഇയർ ഉണ്ട്, വാല്യൂ ഉണ്ട്. 2000 എത്ര വാല്യൂ? 2000 എത്ര വാല്യൂ? 64. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 2000 അവിടെ 64 മാർക്ക് ചെയ്യുക. അടുത്തത് 2001 82 മാർക്ക് ചെയ്യുക.
2002 97 മാർക്ക് ചെയ്യുക. അങ്ങനെ ഫുൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ അതിലെ കണക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ആദ്യം ഒരു ലൈൻ വരയ്ക്കുക. അതിനെ കണക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ ഇങ്ങനെ ലൈൻ വരയ്ക്കുക. കണ്ടോ ലൈൻ വരച്ചെങ്ങനെ കണ്ടോ? ഇനി ഈ വരച്ചേക്കുന്ന ലൈനിൻ്റെ കറക്റ്റ് സെൻറ്ററിലൂടെ പോകുന്ന ഒരു ബേസ് ലൈൻ വരയ്ക്കുക. കറക്റ്റ് സെൻറ്ററിലൂടെ രണ്ട് ഭാഗവും ഈക്വൽ ആയിട്ട്, ഇവിടെയും 50 ഈക്വൽ ആയിരിക്കണം, ഇവിടെയും ഈക്വൽ ആയിരിക്കണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ വരച്ച ഈ ലൈനിലെ അതിൻ്റെ കറക്റ്റായിട്ട് സെൻറ്ററിലൂടെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ക്ലിയർ ആയോ? കത്തിയോ? അതന്നെ, അതുമ്പോൾ ടച്ച് ചെയ്ത് കറക്റ്റ് അതിൻ്റെ സെൻറ്ററിലൂടെ എന്ത് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കുക. മനസ്സിലായോ? അതായത് അവിടെ അപ്പുറത്തും ഇപ്പുറത്തും ഈക്വൽ പാർട്സ് വരണം നമ്മൾ വരച്ചതിൻ്റെ കേട്ടോ. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്. അത് നമ്മൾ വെറുതെ എടുത്ത് എഴുതുക, അത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ 2000 നമുക്ക് എത്ര തന്നെയാണ് വരണത്? 2000 വരുന്നത് 65 ഏകദേശം വരും. 2001 നമുക്ക് 73. നമുക്ക് ഇടുന്ന ഏകദേശ കണക്ക് എല്ലാവരുടെയും ഒരേപോലെ വരണമെന്നില്ല കേട്ടോ. നിങ്ങൾ വരയ്ക്കുന്നത് പോലെ ഇരിക്കും. നിങ്ങൾ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. വാല്യൂ നോക്കിയിട്ടല്ല മാർക്ക് കിട്ടുക, കറക്റ്റായിട്ട് ചെയ്തിട്ട് ആ കിട്ടുന്ന അളവ് നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതാണ് ന്യൂ ട്രെൻഡ്. അതിന് ഫുൾ മാർക്ക് കിട്ടും. ക്ലിയർ ആണോ? അത്ര മതി, സിമ്പിൾ ആണത്. ഈ മെത്തേഡാണ് ഏത് മെത്തേഡ്? ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ്. അടുത്താണ് സെമി ആവറേജ് മെത്തേഡ്. അടുത്ത മെത്തേഡിന്റെ പേരെന്താ? സെമി ആവറേജസ്. അതായത് പേരിൽ തന്നെയുണ്ട്, ആവറേജ് എടുക്കേണ്ടി വരും. ഇത് സിമ്പിളാണ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്. ഇത് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് പോലെ തന്നെ ആണ്. അതൊക്കെ നോക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്ലൈ ദ മെത്തേഡ് ഓഫ് സെമി ആവറേജസ് ഫോർ ഡിറ്റർമൈനിങ് ദ ട്രെൻഡ്. എന്തായാലും ക്വസ്റ്റ്യൻ പറഞ്ഞങ്ങനെ സെമി ആവറേജസ് മെത്തേഡ് ഉപയോഗിച്ച് ട്രെൻഡ് കണ്ടുപിടിക്കുക. അപ്പോൾ 1999 മുതൽ 2008 വരെയുള്ള വർഷത്തെ ഡീറ്റെയിൽസ് ആണ് തന്നേക്കണേ. അപ്പോൾ എത്ര വർഷം ഉണ്ടെന്ന് എണ്ണി നോക്കി, എത്ര വർഷമുണ്ട്? 10. അപ്പോൾ നമ്മളതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യത്തെ 5 എണ്ണം, പിന്നത്തെ 5 എണ്ണം. ക്ലിയർ ആയോ? അപ്പോൾ 8 ആയിരുന്നെങ്കിലോ? 4. അപ്പോൾ 9 ആണെങ്കിലോ? അല്ലല്ല, ആദ്യത്തെ 4 എടുക്കും, നടുക്കത്തെ എടുക്കൂല, പിന്നത്തെ 4 എടുക്കും. അങ്ങനെയാണ് കേട്ടോ. അത് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ക്ലിയർ ആയ മക്കളെ? ഇത് 10 വർഷം ഇല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു? 2 ഈക്വൽ പാർട്സ് ആയിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യുക? 5ഉം 5ഉം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയോ? ആദ്യത്തെ 5 വാല്യൂസ് ഇല്ലേ, 5 ഇയറിലെ വാല്യൂ ഇതുപോലെ ടേബിളായിട്ട് എഴുതിയിട്ട് ആദ്യത്തെ 5 എണ്ണം നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. 1 2 3 4 5. കണ്ടോ? 5 എണ്ണം കൂട്ടിയിട്ട് ബൈ 5 ചെയ്യുക. അപ്പോൾ 285 എന്നാണ് കിട്ടുക കൂട്ടുമ്പോൾ. അതേ ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് 57 കിട്ടും ആവറേജ്. ക്ലിയർ ആയോ? കത്തിയോ? പിന്നത്തെയും 5 എണ്ണം എന്ത് ചെയ്യുക? കൂട്ടുക, ബൈ 5 ചെയ്യുക. അപ്പോൾ 363 ബൈ 5 73.6. സെറ്റാണോ? ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ആദ്യത്തെ 5 എണ്ണം എടുത്തു അല്ലേ? 1999, 2000, 2001, 2002, 2003. ഈ 5 വർഷത്തെ അല്ലേ നമ്മൾ എടുത്തത്? അല്ലേ? ഇതിന് മിഡിൽ ഇയർ ഏതാ? 2001 നമുക്ക് കിട്ടിയ ആവറേജ് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് മാർക്ക് ചെയ്യുക. അതാണ് നമ്മുടെ ഫിഗർ. ഓക്കെ, 2001 നമുക്ക് എത്ര കിട്ടി? 2001 ആവറേജ് കിട്ടിയത് എത്ര? 57 അല്ലേ? 57 അല്ലേ ആവറേജ് കിട്ടിയേക്കണത്? അപ്പോൾ നമ്മൾ 2001 അവിടെ 57 മാർക്ക് ചെയ്തു. അതേപോലെ അടുത്ത 5 വർഷത്തെ ആവറേജ് അല്ലേ ഇത്? 2004 മുതൽ 2008 വരെ. അതിന് മിഡിൽ ഇയർ ഏതാ? 2006. ആ 2006 എന്ത് മാർക്ക് ചെയ്യുക? 73.6 മാർക്ക് ചെയ്യുക. അപ്പോൾ 2006 73.6 മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ വെച്ചിട്ട് ഈ 2 ലൈനുകൾ മുട്ടുന്ന രീതിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങാട് വരയ്ക്കുക. കത്തിയാ? എന്നിട്ട് നമ്മൾ പുതിയ ട്രെൻഡ് എടുത്ത് എഴുതുക. 1999 എത്ര വരണേ? ഇവിടുത്തെ എത്ര അളവെന്ന് വെച്ചാൽ എടുത്ത് എഴുതുക. 2000 എത്രയാണെന്ന് വെച്ചാൽ അളവ് എടുത്ത് എഴുതുക. അതാണ് നമ്മുടെ പുതിയ ട്രെൻഡ്. സെറ്റല്ലേ? ക്ലിയർ? എടാ നമുക്ക് കിട്ടിയ മെഷർമെന്റ് നോക്കുക. ഇപ്പൊ വരച്ചേക്കണ ലൈനില്ലടാ, ഈ ലൈനിലൂടെ പോകുന്ന വാല്യൂസ് നോക്കുക. 2000 എത്രയാ നോക്കുക ഇവിടെ എമൗണ്ട് വാല്യൂ. 2001 ഇപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം അതെടുത്ത് ചെയ്ത്. 2002 എത്രയാ നോക്കുക. ഇപ്പൊ ലൈൻ വരച്ചില്ലേ നമ്മള്? അത് ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ, പറയട്ടെ. അപ്ലൈ ദ മെത്തേഡ് ഓഫ് സെമി ആവറേജസ് ഫോർ ഡിറ്റർമൈനിങ് ദ ട്രെൻഡ് ആണ്. 2000 മുതൽ 2008 വരെ ഉണ്ട്. എത്ര വർഷമുണ്ട്?
9 വർഷം. 9 വർഷം വരുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? യെസ്. അപ്പോൾ ആദ്യത്തെ 4 പിന്നെ ഫസ്റ്റത്തെ വിട്ടിട്ട് അടുത്ത 4 എടുക്കുക. അപ്പോൾ 2000, 2001, 2002, 2003, 10, 12, 15, 20 കൂടി കൂട്ടുമ്പോൾ 57 കിട്ടും. എത്ര വർഷം ഉണ്ട് ഇത്? 4 വർഷമല്ലേ. അപ്പോൾ ആവറേജ് കാണാൻ ബൈ എത്ര ചെയ്യണം? 4. ഇനി അവസാനത്തെ 4 എടുക്കുക. അപ്പോൾ 111 കിട്ടും. അപ്പോൾ ആവറേജ് കാണാൻ 111 ബൈ 4. ഇത് നമുക്ക് 4 വർഷത്തെ ആവറേജ് ആണ് ഇത്. ശരിയല്ലേ? 2000, 2001, 2002, 2003. ശരിയല്ലേ? നടുക്കത്തെ വർഷം ഏതാ? നടുക്കത്തെ വർഷം ഇല്ലേ ഇതിനകത്ത് കറക്റ്റായിട്ട്. അപ്പോൾ 2000-നും 2001-ൻ്റെയും 2002-ൻ്റെയും ഏകദേശം നടുക്കല്ലേ വരിക? 2001-ൻ്റെയും 2002-ൻ്റെയും ഏകദേശം നടുക്കല്ലേ വരിക? അപ്പോൾ 2001-ൻ്റെയും 2002-ൻ്റെയും ഏകദേശം നടുക്ക് നമ്മുടെ ആവറേജ് എത്രയാണ്? 14.25 മാർക്ക് ചെയ്യുക. ക്ലിയർ? സെറ്റാണോ? ഇനി അവസാനത്തെ 4 വർഷം പറഞ്ഞാൽ നിങ്ങൾ 2005, 2008 വരെ. അപ്പോൾ ഏതൊക്കെ ഇയറുകളാണ് നടുക്കത്തെ വരിക? 6ഉം 7 എടുത്തിട്ട് അതിൻ്റെ മിഡിലായിട്ട് 27.75 7 മാർക്ക് ചെയ്തിട്ട് അതിന് മിഡിലായിട്ട് 27 എന്നിട്ട് ലൈൻ വരയ്ക്കുക. ഇതാണ് നമ്മുടെ പുതിയ ട്രെൻഡ്. സെറ്റല്ലേ? ഇത് സിമ്പിളാണ്. പിന്നല്ലാതെ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം ഞാൻ. പേടിക്കണ്ട, ഒട്ടും വിഷമിക്കണ്ട. ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. അതന്നെ എഴുതിയാൽ ഞാൻ കാണിച്ചു തരാം ക്വസ്റ്റ്യൻ. അടുത്ത മെത്തഡാണ് മൂവിങ് ആവറേജ്. ഇത് പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മൂവിങ് ആവറേജ് മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്നതാണ്. ഗീവ് 3 ഇയർലി. ക്വസ്റ്റ്യനിൽ പറയും കേട്ടോ എത്ര ഇയർലിയാണ് മൂവിങ് ആവറേജ് എന്ന് ക്വസ്റ്റ്യനിൽ പറയും. സിമ്പിളാണ് ഇതും. 3 ഇയർലി മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 1994 മുതൽ 2008 വരെയുള്ള പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. ക്ലിയർ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻ വെറുതെ പകർത്തി എഴുതുക. നമ്മൾ താഴോട്ട് ആ ക്വസ്റ്റ്യൻ വെറുതെ പകർത്തി ചെയ്ത ഇയർ പ്രൊഡക്ഷൻ അത് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നതാണേ. കണ്ടോ? ഇയർ പ്രൊഡക്ഷൻ അത് ഇവിടെ 2001 കഴിഞ്ഞപ്പോൾ 2002 ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ടാണേ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടെ 3 ഇയർലി മൂവിങ് ആവറേജ് എന്നല്ലേ പറഞ്ഞേക്കണേ. അപ്പോൾ നിങ്ങൾ മൂന്നാമതൊരു കോളം വരയ്ക്കുക. 3 ഇയർലി മൂവിങ് ടോട്ടൽ. 4ാമത്തെ കോളം 3 ഇയർലി മൂവിങ് ആവറേജ്. ക്ലിയർ? കോളം കിട്ടിയോ? 3 ഇയർലി മൂവിങ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ 3 കൂട്ടുക. ഫസ്റ്റത്തെ 3 കൂട്ടുക. 17.2 പ്ലസ് 17.3 പ്ലസ് 17.7 എത്ര കിട്ടും? 52.2. അത് ഈ 3 നടുക്ക് കൊണ്ട് എഴുതുക. ക്ലിയർ ആയോ? കത്തിയോ? അടുത്തത് ഇതിൻ്റെ ആവറേജ് കാണാൻ വേണമെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ബൈ 3 ചെയ്യാം. ബൈ 3 ചെയ്താൽ നമുക്ക് അതിൻ്റെ ആവറേജ് കിട്ടും 17.40. സെറ്റല്ലേ? ഇനി ഒരെണ്ണം വിടുക മക്കളെ, ഒരെണ്ണം വിടുക. അടുത്ത 3 എടുക്കുക. അടുത്ത 3 കൂട്ടുക. 17.3 പ്ലസ് 17.7 പ്ലസ് 18.9 എത്രയാ? 53.9. അത് ആ 3 നടുക്ക് കൊണ്ട് എഴുതുക. അപ്പോൾ ഏതിൻ്റെ നേരെ വരിക? 96. അപ്പോൾ 17.7 നേരെ 53.9. അപ്പോൾ അതിൻ്റെ ആവറേജ് കാണാൻ എന്ത് ചെയ്യണം? ബൈ 3. അപ്പോൾ നമുക്ക് ഇത് കിട്ടും. ക്ലിയർ ആയോ? അങ്ങനെ അവസാനത്തെ 3 വരണ വരെ ചെയ്യുക. അതിൻ്റെ ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ ഇത് കിട്ടും. ബൈ 3 ചെയ്യുമ്പോൾ അതിൻ്റെ ആവറേജ് കിട്ടും. സെറ്റായോ? ഇത്രയേ ഉള്ളൂ. ഇതാണ് 3 ഇയർലി മൂവിങ് ആവറേജ്. ക്ലിയർ? ഇനിയിപ്പോൾ 7 ഇയർലി മൂവിങ് ആവറേജ് ചോദിക്കണമെങ്കിലോ? 7 ഇയർലി മൂവിങ് ആവറേജ് ചോദിക്കണമെങ്കിലോ? 7 ചെയ്യണം. അപ്പോൾ 7 നമ്മൾ കോളം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെ കോളംസ് ഉണ്ടായിരിക്കും? 7 ഇയർലി മൂവിങ് ടോട്ടലും പിന്നെ 7 ഇയർലി മൂവിങ് ടോട്ടൽ, 7 ഇയർലി മൂവിങ് ആവറേജ്. അപ്പോൾ ആദ്യത്തെ 7. അപ്പോൾ 1, 2, 3, 4, 5, 6, 7. ഇത് 7 കൂടി കൂട്ടാം. 7 കൂടി കൂട്ടിയിട്ട് അതിൻ്റെ സെൻറ്റർ ഏകദേശം വരിക എവിടെ വരിക? ഇതിൻ്റെ നേരെയല്ലേ വരിക? 153 കിട്ടും. ബൈ 7 ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആവറേജ് കിട്ടും.
അങ്ങനെ അവസാനത്തെ 7 വരുന്ന വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ക്ലിയർ അല്ലേ? പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്. ഓഡ് നമ്പർ ആയപ്പോഴാണ് നമുക്ക് 3 ആയിക്കോട്ടെ 7 ആയിക്കോട്ടെ നമുക്ക് കറക്റ്റായിട്ട് സെൻറ്ററിൽ എഴുതാൻ പറ്റുക. ഇനി ഒരു ഈവൻ നമ്പർ ആണെങ്കിലോ 4 ഇയർലി ആണെങ്കിൽ എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ 3 കോളം വരയ്ക്കണം. എത്ര കോളം വരയ്ക്കണം? അപ്പോൾ 3 ഇയർലി ചോദിച്ചാലും 5 ഇയർലി ചോദിച്ചാലും 7 ഇയർലി ചോദിച്ചാലും 9 ഇയർലിയൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇങ്ങനെ ചെയ്യുക. പക്ഷേ ഈവൻ നമ്പർ ആണെങ്കിലോ, ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ എങ്ങനെ? 4 ഇയർലി 6 ഇയർലി അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? ആദ്യത്തെ 2 കോളം നമ്മൾ എന്ത് ചെയ്യുക? സാധാരണ ചെയ്യുന്ന പോലെ ടോട്ടൽ ഓഫ് 4 ഇയേഴ്സ്, 4 ഇയർലി മൂവിങ് ആവറേജ്, 4 ഇയർലി മൂവിങ് ആവറേജ് സെൻറ്റേഡ്. അത് പറഞ്ഞുതരാം. ആദ്യത്തെ 4 നമ്മൾ ടോട്ടൽ ചെയ്യുക. ഫസ്റ്റത്തെ 4 ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 1 2 3 4 4 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? അതതിൻ്റെ സെൻറ്ററിൽ എഴുതുക. സെൻറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെയായിട്ട് വരിക. 98-നും 99-ൻ്റെ ഇടയിൽ 4872. പൈ എന്ത് ചെയ്യുക? ബൈ കത്തിയാ അതന്നെ. എന്നിട്ട് വേണം നിങ്ങൾ പിന്നെ എന്ത് ചെയ്യാനായിട്ട്? പിന്നത്തെ എന്ത് ചെയ്യണം നിങ്ങൾ? അപ്പോൾ നമുക്ക് അതിൻ്റെ ആവറേജ് കിട്ടില്ല. 4872 എന്ന് പറയുമ്പോൾ ബൈ 4 ചെയ്തെന്ന് കാൽക്കുലേറ്ററിൽ എത്ര കിട്ടുന്നത്? എത്ര കിട്ടുന്നത്? 18. അത് കിട്ടിയല്ലോ. ഇനി നമ്മൾ അടുത്തൊരു കോളം നമുക്ക് സാറിന് 4 ഇയർലി മൂവിങ് ആവറേജ് സെൻറ്റേഡ് കാണാനായിട്ട് നിങ്ങൾ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ബൈ എന്ത് ചെയ്യണം? 2 ചെയ്യണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഈ 999-ന് നേരെ നമുക്ക് ഈ എമൗണ്ട് കിട്ടുക. അടുത്ത 2 കൂട്ടുക ബൈ 2 ചെയ്യുക. അടുത്ത 2 കൂട്ടുക ബൈ 2 ചെയ്യുക. അപ്പോൾ 4 നിങ്ങൾ ബൈ 2 ആക്കി മാറ്റണം ലാസ്റ്റ് കോളത്തിൽ. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? ഓക്കെ, അതൊന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ആദ്യത്തെ 4 നമ്മൾ കൂട്ടി, 4 കൂട്ടിയിട്ട് ഈ 4 സെൻറ്ററിൽ കൊണ്ട് എഴുതുമ്പോൾ നമുക്ക് 98-നും 99-നും ഇടയിലല്ലടാ വരിക അല്ലേ? അതേ ബൈ 4 ചെയ്യുമ്പോൾ അതിന് ആവറേജ് കിട്ടും. അതും 98-നും 99-നും ഇടയിലല്ലേ? നമുക്ക് ഒരു ഇയറിൻ്റെ നേരെ കറക്റ്റ് കിട്ടണ്ടേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 98-ഉം 99-ഉം കൂടി കൂട്ടുക. എന്നിട്ടത് ബൈ 2 ചെയ്യുക. അപ്പോൾ കറക്റ്റ് 99-ന് നേരെ കിട്ടും. അതന്നെ റൗണ്ട് ചെയ്ത് കിട്ടും. ഓരോ ഇയറിന്റെ നേരെ കറക്റ്റ് ആയിട്ട് കിട്ടും. ക്ലിയർ ആയോ എല്ലാവർക്കും? നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? എന്താ? കാൽക്കുലേറ്റ് 5 ഇയർലി മൂവിങ് ആവറേജ്. സിമ്പിൾ അല്ലേ? 5 ഇയർലി ചോദിച്ചാൽ സുഖമായില്ലേ? അപ്പൊ ആദ്യത്തെ 5 കൂട്ടുക ബൈ 5 ചെയ്യുക. അതിനെ സെൻട്രലായിട്ട് എഴുതുക. 2005 നേരെ എഴുതുക. ഒരെണ്ണം വിടുക. അടുത്ത 5 അറിയാലോ നിങ്ങൾക്ക്. ക്ലിയർ അല്ലേ? ഓഡ് നമ്പർ ആയാലും സുഖമായിട്ട് സ്കോർ ചെയ്യാം അല്ലേ? ഇതൊക്കെ എന്ത് എളുപ്പമായിരുന്നല്ലേ? 5 മാർക്കൊക്കെ നല്ല സുഖമായിട്ട് മേടിക്കാം. സെക്ഷൻ പാർട്ട് ബിയിൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് മെത്തഡാണ് മെത്തഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ട് സ്കോർ ചെയ്യാം. ഞാൻ പറയുന്ന സ്റ്റെപ്പ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതിൻ്റെ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇക്വേഷൻ എന്താണെന്ന് അറിയാമോ? y = a + bx. y = a + bx. ഒന്ന് ഇക്വേഷൻ എല്ലാവരും പഠിക്കണേ. y = a + bx. ഇതിൽ a കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താ? a കാണാൻ നോട്ട് ചെയ്ത് വയ്ക്കുക. സിഗ്മ y/n. a കാണാനുള്ള ഇക്വേഷൻ എന്താ? നോട്ട് ചെയ്ത് വെച്ചോ. b = b കാണാനോ? സിഗ്മ xy ബൈ സിഗ്മ x². നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. a കാണാനുള്ള ഇക്വേഷൻ എന്താ? y = a + bx ആണ് ഇക്വേഷൻ. a = സിഗ്മ y/n, b = സിഗ്മ xy/σ x². യെസ്, ഇത് എപ്പോഴും ഓർമ്മ വേണം നിങ്ങൾക്ക്. എന്നിട്ട് ഈ പ്രോബ്ലം ചെയ്യാവും കേട്ടോ. മെത്തഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ഇതാണ് ക്വസ്റ്റ്യൻ. ഫിറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ട്രെൻഡ് ടു ദ ഫോളോയിങ് സീരീസ് ബൈ ദ മെത്തഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. ഇയർ വന്നിട്ടുണ്ട് 2001, 2002, 2003, 4, 5, 6, 7. പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. അതുകൂടാണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക അവർ. എസ്റ്റിമേറ്റ് ദ മോസ്റ്റ് ലൈക്ലി എസ്റ്റിമേറ്റഡ് പ്രൊഡക്ഷൻ ഫോർ ദ ഇയർ 2009. അതായത് ഈ 2001 മുതൽ 2007 വരെയുള്ള പ്രൊഡക്ഷൻ നമുക്ക് തന്നിട്ടില്ലേ ക്വസ്റ്റ്യനിൽ? ഇല്ലേ?
ഇതിന്റെ ട്രെൻഡ് നോക്കിയിട്ട് നമ്മളോട് എന്ത് പറഞ്ഞേക്കണേ 2009 പ്രൊഡക്ഷൻ നിങ്ങളോട് ഏകദേശ കണക്കിൽ പ്രഡിക്റ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ആദ്യം ഇയർ എഴുതുക. ഇയർ 2001 മുതൽ 2007 വരെയിലെ അതാണ് നമ്മൾ ടി എന്നാണ് അതിന് പറയുക. ഇയർ എന്ന് പറയുന്നത് എന്താ? ടി ആണ്. ഇയർ എന്ന് പറയുന്നത് എന്താ? ടി എന്ന് കൊടുക്കുക. ടി കേട്ടോ. ഇയർ എന്ന് പറഞ്ഞാൽ ടി എന്ന് കൊടുക്കുക. ഇനി പ്രൊഡക്ഷന് നിങ്ങൾ വൈ. എപ്പോഴും നിങ്ങൾ പ്രൊഡക്ഷൻ എന്ത് കൊടുക്കണം? വൈ കൊടുക്കണം. സെറ്റായോ? ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് കോളം ടി ആണ്, അതായത് ടി ടൈം എന്നാണ് അർത്ഥം കേട്ടോ. ഇയർ. സെക്കൻഡ് കോളം എന്താ? ഇനി എക്സ് നിങ്ങൾ കണ്ടുപിടിക്കുക. എക്സ് എങ്ങനെ കാണാന്നറിയോ? ഇയറിൽ ഏതെങ്കിലും ഒരു ഇയർ നമ്മൾ അസ്യൂം ചെയ്യാം. ഇപ്പൊ ഇവിടെ നമുക്ക് 2001 മുതൽ 2007 വരെയില്ല. അപ്പൊ കറക്റ്റ് സെന്ററിൽ ഇയർ ഏതാ വരിക? സെന്ററിൽ ഇയർ മീൻ, അതായത് കറക്റ്റ് സെന്ററിൽ 2004 അല്ലേ വരിക? അപ്പൊ ഓരോ ഇയറിൽ നിന്നും നമ്മൾ ഈ 2004 മൈനസ് ചെയ്യുക. അതാണ് എക്സ്. അപ്പൊ ഫസ്റ്റ് ഇയർ 2001 അല്ലേ? അപ്പൊ 2001 2004 കുറച്ചാൽ എത്ര വരും? -3. അടുത്ത 2000 ഇയർ ആണ് കുറയ്ക്കേണ്ടത്. ഇയർ പ്രൊഡക്ഷനായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. എക്സ് കാണണമെങ്കിൽ കറക്റ്റ് സെന്ററിൽ ഇയർ എടുത്തിട്ട് ഓരോ ഇയറും ആ സെന്ററിൽ ഇയർ വെച്ച് കുറയ്ക്കുക. -1 മൈനസ് തന്നെ ഇടണം കേട്ടോ. അപ്പോൾ 2001 മൈനസ് 2004 -3, 2002 മൈനസ് 2004 -2, 2003 2004 കുറച്ച് -1, 2004 മൈനസ് 2004 0, 2005 മൈനസ് 2004 1, 2, 3 എന്ന് കിട്ടും. സെറ്റല്ലേ? അപ്പോൾ എക്സ് കിട്ടിയില്ലേ? ഇനി നമുക്ക് XY അറിയണം, x² അറിയണം. എന്നാലേ നമുക്ക് ബി കാണാൻ പറ്റുക. എ കാണാൻ സുഖ. എ കാണാൻ ഇക്വേഷൻ എന്താ? എ കാണാൻ ഇക്വേഷൻ നേരത്തെ പറഞ്ഞല്ലോ. എന്താ എ കാണാൻ ഇക്വേഷൻ? y n ആണ് കേട്ടോ. അപ്പോൾ y കൂട്ടുക. y 91 കിട്ടി നമുക്ക്. അപ്പം 91 ഡിവൈഡഡ് ബൈ n എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 ബൈ 7 ചെയ്യുക. അപ്പോൾ 91/7 എത്ര കാൽക്കുലേറ്ററിൽ കിട്ടുക? 13. അപ്പോൾ നമുക്ക് A = 13 കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയോ? എ കിട്ടിയെന്ന് മനസ്സിലായോ എല്ലാവർക്കും? എ ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഉണ്ട് കേട്ടോ. തന്നിട്ടുള്ള പ്രൊഡക്ഷൻ ആണ് വൈ എന്ന് പറഞ്ഞത്. തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലെ പ്രൊഡക്ഷൻ ആണ് നമ്മുടെ എന്തൊന്ന്? വൈ കേട്ടോ. ഇതെല്ലാം കൂടി കൂട്ടാം. നമുക്ക് 91 കിട്ടി. ബൈ എത്ര എണ്ണം ഉണ്ട്? 7 വെച്ച് ഡിവൈഡ് ചെയ്താൽ എ കിട്ടി. അപ്പോൾ എ കാണാനുള്ള വഴി മനസ്സിലായോ എല്ലാവർക്കും? ബി കാണണമെങ്കിലാണ് നമുക്ക് എന്തൊക്കെ വേണ്ടത്? XY വേണം, x² ടോട്ടൽ വേണം. അതിന് എക്സ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി XY കാണാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. എക്സ് കണ്ടുപിടിച്ചാൽ x ഇൻറ്റു എക്സിനെ y വെച്ച് ഇൻറ്റു ചെയ്താൽ നമുക്ക് XY കിട്ടും അല്ലേ? അപ്പോൾ -3 × 10 -30, -2 × 13 -26. അപ്പോൾ നമുക്ക് XY കിട്ടി. XYൻ്റെ ടോട്ടൽ എടുത്താൽ സിഗ്മ XY കിട്ടി. എങ്ങനെ ടോട്ടൽ എടുക്കുക? പ്ലസും മൈനസും സെപ്പറേറ്റ് കൂട്ടണം കേട്ടോ. അറിയാലോ നിങ്ങൾക്ക്? അറിഞ്ഞൂടെ? അപ്പൊ ഒന്ന് കൂട്ടിയേ. -30 പ്ലസ് -26 പ്ലസ് -12 എത്രയാ? മൈനസുകളെല്ലാം കൊണ്ട് കൂട്ടിയൊന്ന്. 30, 26, 12 എത്രയാ? അപ്പൊ -68 പ്ലസ് ഇനി 12, 32, 42 എന്ന് കൂട്ടി. 2, 4, 6, 86 ആണോ? 86. അപ്പോൾ -68 പ്ലസ് 86 അല്ലേ? അപ്പോൾ വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക. അപ്പോൾ 86 ന്ന് 68 കുറച്ച് എത്രയാ? കിട്ടും. എത്ര? 86 - 68 18. സെറ്റ് അല്ലേ? നമുക്ക് സിഗ്മ XY കിട്ടി. ഇനി x² ആണ്. ഇതിനൊക്കെ സ്ക്വയർ എടുക്കുക. അപ്പോൾ x ഇൻറ്റു എക്സ് -3 × -3 അപ്പോൾ പ്ലസ് ആയി കിട്ടും 9, 4. അതിൻ്റെ ടോട്ടൽ എടുക്കുക. അപ്പോൾ 28. അപ്പോൾ ബി കാണാൻ നമുക്ക് കിട്ടിയല്ലോ. ബി കാണാൻ ഇക്വേഷൻ പറഞ്ഞേ. അപ്പോൾ 18/28 നമുക്ക് 0.64 എന്ന് കിട്ടി. 0.64. അവിടെ വരെ എല്ലാവർക്കും മനസ്സിലായോ? ഈ നമ്മുടെ ഇക്വേഷൻ പറഞ്ഞേ. ട്രെൻഡ് കാണാൻ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയറിലെ ട്രെൻഡ് കാണാൻ ഇക്വേഷൻ എന്താ? അപ്പോൾ നമുക്ക് എയും കിട്ടി, ബിയും കിട്ടി. എ എത്ര കിട്ടി? 13, ബി 0.64. അപ്പോൾ y = 13 പ്ലസ് 0.64 എക്സ്. ക്ലിയർ ആയോ? കത്തിയോ? ഓക്കെ. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. 2001 ട്രെൻഡ് കാണണമെങ്കിൽ എത്രയില്ലേ? 2001 ട്രെൻഡ് കണ്ടുപിടിക്കണമെങ്കിൽ 2001 എക്സ് എത്രയാണ് മക്കളെ?
-3 അപ്പോൾ ഈ എക്സിൻ്റെ പ്ലേസിൽ നിങ്ങൾ എന്തിട്ട് കൊടുത്താൽ മതി? -3 ഇട്ട് കൊടുക്കുക. അതായത് 13 പ്ലസ് 0.64 ഇൻറ്റു -3. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 0.64 ഇൻറ്റു -3 എത്രയാ? കാൽക്കുലേറ്ററിൽ ചെയ്ത് 0.64 ഇൻറ്റു 3 എത്ര കിട്ടാ? 0.64 ഇൻറ്റു 3 എത്രയാ? 1.92 ആണോ? അപ്പോൾ -1.92. അപ്പോൾ 1 - 1 + 1 വലുതിന് ചെറുത് കുറയ്ക്കുക. അപ്പോൾ 13 ന്ന് 1.92 കുറച്ച് 13 ന്ന് 1.92 കുറച്ച് 11.08. ഇതാണ് 2001 ട്രെൻഡ്. സെറ്റായോ? ക്ലിയർ ആയോ? അതായത് 2001 ട്രെൻഡ് കാണണമെങ്കിൽ -3 ഇട്ട് കൊടുക്കുക. 2002 ട്രെൻഡ് കാണണമെങ്കിൽ -2 ഇട്ട് കൊടുക്കുക. 2003 ട്രെൻഡ് കാണാൻ എക്സിൻ്റെ അവിടെ -1 ഇട്ട് കൊടുക്കുക. ഇത് എക്സിൻ്റെ പ്ലേസിൽ ആ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2009 എത്ര വരിക? 2007 നമുക്ക് 3 ആണ്, 2006 2, അതായത് 2005 1. അപ്പോൾ 2005 1, 2006 2, 2007 3, 2008 എത്രയായിരിക്കും? 4. 2009 കാണാൻ പറയട്ടെ. അപ്പോൾ എത്രയായിരിക്കും എക്സ് വരിക? 5. അപ്പോൾ ഈ എക്സിൻ്റെ പ്ലേസിൽ നിങ്ങൾ 5 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 0.64 ഇൻറ്റു 5 വരും. ക്ലിയർ ആയോ? 13+ ഇവിടെ തെറ്റുണ്ട് കേട്ടോ, ടെക്സ്റ്റ് ബുക്കിൽ തെറ്റാണ് ഇത്. 0.64 ഇൻറ്റു 5 ചെയ്യുക. എത്ര കിട്ടുക? 0.64 ഇൻറ്റു 5 3.2. 3.2 13ൻ്റെ കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ 16.20. അതാണ് 2009 ട്രെൻഡ്. സെറ്റല്ലേ? അപ്പോൾ എക്സ് ഇട്ട് കൊടുക്കുക നിങ്ങൾ പഠിക്കണം. അപ്പോൾ എല്ലാ ഇയറിലെയും കണ്ടുപിടിക്കണം നിങ്ങൾ ട്രെൻഡ് കേട്ടോ. എന്നാലേ എസ് എ ക്വസ്റ്റൻ ആണ്. അപ്പോൾ അതാണ് ഫുൾ മാർക്ക് കിട്ടുള്ളൂ, 10 മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ക്ലിയർ? 21ാമത്തെ ക്വസ്റ്റൻ 5 മാർക്കിൻ്റെയാണ്. ഫോളോയിങ് ആർ ദ ഡാറ്റ റിലേറ്റഡ് വിത്ത് ദ ഔട്ട്പുട്ട് ഓഫ് എ ഫാക്ടറി ഫോർ 7 years ആണ്. കാൽക്കുലേറ്റ് ദ ട്രെൻഡ് വാല്യൂ ത്രൂ ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ആൻഡ് ഓൾസോ ഫോർകാസ്റ്റ് ദ പ്രൊഡക്ഷൻ ആൻഡ് 2013 2015. അപ്പോൾ 2013 2015ൻ്റെയും ട്രെൻഡും കാണണം. നേരത്തെ 2009 ചെയ്ത പോലെ ഇതിന് ടി കൊടുക്കുക, ടീന്ന് കൊടുക്കുക. വൈ ആണ് ഔട്ട്പുട്ട് വന്നേക്കണേ. പിന്നെ എന്ത് കാണാം? എക്സ് കാണാം. അതായത് കറക്റ്റ് സെൻട്രൽ ഇയർ ഏതാ? കറക്റ്റ് സെൻട്രൽ ഇയർ ഏതാ? 2009. അപ്പോൾ 2006 - 2009, 2007 - 2009 അങ്ങനെ ചെയ്താൽ എക്സ് കിട്ടി. പിന്നെ നിങ്ങൾക്ക് എക്സ് വൈയും എക്സ് സ്ക്വയറും കാണാൻ സുഖമല്ലേ? എക്സ് സുഖമല്ലേ? ഫുൾ മാർക്ക് മേടിക്കാമല്ലോ. ഇതേപോലെ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് സെക്ഷൻ ഇതിൽ എസ് എ ക്വസ്റ്റ്യൻ സെക്ഷൻ സി. ഫിറ്റ് എ സ്ട്രൈറ്റ് ലൈൻ ട്രെൻഡ് ടു ദ ഫോളോയിങ് ഡാറ്റ ബൈ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് ആൻഡ് എസ്റ്റിമേറ്റ് എക്സ്പോർട്ട് ഫോർ ദി ഇയർ 2012 കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റ് സെൻട്രൽ ഇയർ ഏതാ? 2006. പക്ഷേ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ടേക്കിംഗ് 2005 ആസ് ദ ഇയർ ഓഫ് ഒറിജിൻ. മെയിനായിട്ട് 2005 വെച്ച് ചെയ്യണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടേക്കിംഗ് ദ മിഡിൽ ഇയർ ഓഫ് ദ ടൈം സീരീസ് 2006 വെച്ച് ചെയ്യേണ്ടി വരും. രണ്ടും വെച്ച് ചെയ്യേണ്ടി വരും കേട്ടോ. 10 മാർക്ക് വെറുതെ തരൂലല്ലോ അവർ. ക്ലിയർ ആയോ? അപ്പോൾ 2005 വെച്ച് നിങ്ങൾ പ്രോബ്ലം ഫുള്ള് ചെയ്യണം. ബേസ് എടുത്തിട്ട് 2003 - 2005 അപ്പോൾ എക്സ് കിട്ടും. അങ്ങനെ 2006 വെച്ച് ചെയ്യണം, മിഡിൽ ഇയറും വെച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ 2 ആൻസർ ചെയ്യണം. പക്ഷെ എന്നാലും സുഖമല്ലടോ, 10 മാർക്ക് ഫുൾ കിട്ടൂലേ? അതാണ് ഇവരൊക്കെ പ്രശ്നം. അറിയാവുന്ന ക്വസ്റ്റ്യൻ വരണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കൂല. ഫുൾ മാർക്ക് ഉള്ളത് ആഗ്രഹമില്ല. അപ്പോൾ ഇത് വരാൻ പ്രാർത്ഥിക്കുക കേട്ടോ. തേർഡാണ് എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണത്. ലാസ്റ്റ് പെയർ പാസി, ബൗലീസ്, ഫിഷേഴ്സ്. ഇത് 4 നിങ്ങൾ നന്നായി പഠിച്ചാൽ മതി. മാർഷൽ എഡ്ജ്വർത്ത് അങ്ങനെ ചോദിക്കാറില്ല. നമുക്ക് ബൗലി വന്നിട്ടുണ്ട്, കണ്ടില്ലേ ക്വസ്റ്റ്യൻ പേപ്പറിൽ? പറഞ്ഞ ഇക്വേഷൻ തരാം. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ലാസ്റ്റ് പേസ് ഇൻഡെക്സ് നമ്പർ കാണാനുള്ള ഇക്വേഷൻ പറയട്ടെ. സിഗ്മ P1 Q0 ബൈ സിഗ്മ P0 Q0. അതായത് എളുപ്പവഴി പറഞ്ഞുതരാം. മുകളിലും താഴെയും P1 ഉം P0 ഇടാം.
മുകളിലും താഴെ എന്തിടാ? മുകളിൽ P1 അടിയിൽ എന്തിടാ? P1 P0. ആ ഇത് രണ്ട് സ്ഥലത്തും Q0 ഇട്ടാ ലാസ്റ്റ് പെയർ കിട്ടും. രണ്ട് സ്ഥലത്തും Q1 ഇട്ടാലോ പാസി കിട്ടും. ഈ ലാസ്റ്റ് പെയറും പാസിയും കൂടിയിട്ട് വെറുതെ റൂട്ടിന്റെ ഉള്ളിലിട്ട് ഇൻഡു ചെയ്ത് എന്ത് കിട്ടി? ഫിഷർ കിട്ടി. ഫിഷ് കിട്ടി. ക്ലിയർ ആയാ? ഇനി ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഇൻഡു ഹാഫ് ചെയ്താലോ ബൗലി കിട്ടി. ബൗലി ഡോർബിഷ് കിട്ടി. ഇക്വേഷൻ ഹാഫ് എടുക്കുക. ഹാഫ് ഇൻറ്റു സിഗ്മ P1 Q0 ബൈ സിഗ്മ P0 Q0 പ്ലസ് സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q1. കണ്ടോ? അതായത് ഫിഷേഴ്സിന്റെ റൂട്ട് ഒഴിവാക്കിയിട്ട് ലാസ്റ്റ് പെയറും പാസ് ചെയ്യില്ലടാ. അത് ഈ ആൻസർ അല്ല കേട്ടോ. അതിന്റെ ടോട്ടൽ ഇല്ലേ സിഗ്മ P1 Q0. P1 Q0ന്റെ ടോട്ടലും P0 Q0ന്റെ ടോട്ടൽ നമ്മൾ ഡിവൈഡ് ചെയ്യുക. സിഗ്മ എടുത്തിട്ട് എന്നിട്ട് പ്ലസ് ചെയ്യുക. ഏതിനെ? P1 Q0 P0 Q1 ഡിവൈഡ് ചെയ്തിട്ട് അത് രണ്ടും കൂടി കൂട്ടുക. കൂട്ടിയിട്ട് അതിന്റെ ഹാഫ് എടുത്താൽ മതി. അര. എന്നിട്ട് ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ നമുക്ക് ബൗലീസ് ഡോർബിഷ് കിട്ടും. ഇനി മക്കളെ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് പലർക്കും P0 Q0 എന്താണെന്ന് പോലും അറിയാത്തവരുണ്ട്. ഉണ്ടോ? അത് പറയും. അത് ചോദിക്കി. അയ്യോ സ്കിപ്പ് ചെയ്യല്ലോ. ഏറ്റവും സിമ്പിൾ പാടാണ്. പക്ഷെ ഇങ്ങനെ കാണുമ്പോഴേ അയ്യോ ഒരു സ്കിപ്പിങ് വേണ്ട. പറഞ്ഞുതരാം. അതായത് പ്രൈസ് ക്വാണ്ടിറ്റി നമുക്ക് തരും ക്വസ്റ്റ്യനിൽ. പ്രൈസിൽ ബേസ് എപ്പോഴും 0 ആയിരിക്കും. ബേസ് എപ്പോഴും എന്തായിരിക്കും? 0. അപ്പൊ ബേസ് ഇയറിലെ പ്രൈസ് എന്താ? P0. പ്രൈസ് എന്ന് പറഞ്ഞ ബേസ് ഇയർ കണ്ടോ? നിലവിലുള്ളതാണ്. അപ്പൊ അത് 1. അപ്പൊ ബേസ് കിട്ടിയ പിന്നെ മറ്റേത് കറണ്ട് ഇയർ 1 ആയിട്ട് എടുക്കുക കേട്ടോ മോളെ. ബേസ് ഇയർ എന്തായിരിക്കും? 0. കറണ്ട് ഇയറോ 1. അപ്പൊ ബേസ് ഇയറിലെ പ്രൈസ് P0. ബേസ് ഇയറിലെ പ്രൈസ് P0. കറണ്ട് ഇയറിലെ പ്രൈസ് P1. ഇനി ബേസ് ഇയറിലെ ക്വാണ്ടിറ്റിയോ Q0. കറണ്ട് ഇയറിലെ ക്വാണ്ടിറ്റിയോ Q1. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ താഴോട്ട് എടുത്ത് എഴുതാം. കണ്ടോ? അപ്പൊ ആദ്യത്തെ 4 കോളം കിട്ടിയില്ലേ? ക്വസ്റ്റ്യൻ ഓൾറെഡി ഉണ്ട്. സെറ്റായോ മോളെ? ഓക്കെ. ഇനി ബേസ് ഇയർ കറണ്ട് ഇയറും ചിലപ്പോൾ തരൂല. ചിലപ്പോൾ ഇയർ തരും 2010 2020. അപ്പൊ അങ്ങനെ 2 വർഷങ്ങൾ തന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ഇയർ ഇല്ലേ അതാണ് കറണ്ട് ഇയർ. അപ്പൊ 2010 12 തരുവാണെങ്കിൽ ഏതാ കറണ്ട് ഇയർ വരിക? 12 പ്രൈസ് ആയിരിക്കും P1. 12 ക്വാണ്ടിറ്റി ആയിരിക്കും Q1. 2010 പ്രൈസ് ആയിരിക്കും P0യും 10 ക്വാണ്ടിറ്റി ആയിരിക്കും Q0. സെറ്റായോ? ഏറ്റവും ചെറുത് ബേസ്, വലുത് കറണ്ട് ഇയർ. ബേസ് ഇയർ പഴയ വർഷം, പുതിയ വർഷം കറണ്ട് ഇയർ. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് P0 കിട്ടി, P1 കിട്ടി, Q0 കിട്ടി, Q1 കിട്ടി. അതുവരെ ക്ലിയർ ആയോ? കിട്ടിയത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഇക്വേഷൻ ലാസ്റ്റ് പേയേഴ്സ് പ്രൈസ് ഇൻഡെക്സ് ആണ്. ഇക്വേഷൻ കാണാതെ പഠിക്കുക. സിഗ്മ P1ഉം P0യും മുകളിലും താഴെ ഇടുക. P1 മുകളിൽ ഇടുക, P0 താഴെ ഇടുക. എന്നിട്ട് അതിന്റെ ചേർത്ത് Q0 മുകളിലും താഴെ ഇട്ടാൽ അത് ലാസ്റ്റ് പെയർ ആയി. ഇനി മുകളിലും താഴെയും Q1 ഇട്ടാലോ പാസ് ചെയ്യും. അപ്പൊ നിങ്ങൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ലാസ്റ്റ് പെയർ കണ്ടുപിടിക്കണമെങ്കിൽ P1 Q0ന് സിഗ്മ കണ്ടുപിടിക്കണം. അപ്പൊ P1 Q0 എന്നൊരു കോളം വരയ്ക്കുക. അതായത് P1നെ Q0 അത് 7 × 10 70, 9 × 8 72, 8 × 15 120, 2 × 5 10. അപ്പൊ അതെല്ലാം കൂടി കൂട്ടുമ്പോൾ സിഗ്മ P1 Q0 കിട്ടും 272. ക്ലിയർ ആയോ? എസ് വരാം. ക്ലിയർ ആയോ മോളെ? സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞ കുട്ടി ക്ലിയർ ആയോ? ഓക്കെ. അടുത്ത കോളം P0 Q0. അതല്ലേ നമുക്ക് അടിയിൽ വേണ്ടത് ലാസ്റ്റ് പേര് കണ്ടുപിടിക്കണമെങ്കിൽ. അപ്പൊ ഇക്വേഷൻ എവിടെയെങ്കിലും എഴുതിയിട്ട് കൊണ്ടുവരുത് കേട്ടോ, പഠിച്ചിട്ട് പോകും. അപ്പൊ സിഗ്മ P0 Q0 ആണ് നമുക്ക് അടിയിൽ വേണ്ടത്. അതായത് P0 Q0 ടോട്ടൽ വേണം. അപ്പൊ P0 Q0 എന്ന് പറഞ്ഞ കോളം വരയ്ക്കുക. അതായത് P0നെ Q0 വെച്ച് ഇൻറ്റു ചെയ്യുക. അതുകൊണ്ട് ഈ ക്വസ്റ്റിനുള്ളതല്ലേ. അപ്പൊ 4 × 10 40, 5 × 8 40, 6 × 15 90, 2 × 5 10. അപ്പോൾ P0 Q0ൻ്റെ ടോട്ടൽ 180 കിട്ടും. അപ്പോൾ 272/180 ഇൻറ്റു 100 എല്ലാത്തിലും ഉണ്ട് കേട്ടോ. കാരണം ഇത് ആൻസർ നമ്മൾ പെർസെൻറ്റേജിലാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 151.11% കിട്ടും. അതാണ് ലാസ്റ്റ് പെയർ. ക്ലിയർ ആയോ? ഇനി
പാസിംഗ് ഇക്വേഷൻസ് സിമ്പിളാണ് പഠിക്കുക. എളുപ്പഴി പറഞ്ഞതല്ലോ. മുകളിലും P1 P0 ഇട്ട് കൊടുക്കുക. അതിൻ്റെ ചേർത്ത് എന്തിട്ട് Q1 എന്ന് കൊടുക്കുക. അപ്പോൾ അടുത്ത കോളം വരച്ചോ. P1 Q1 ടോട്ടൽ വേണം അല്ലേ. അപ്പോൾ P1 Q1 എന്ന് പറയുന്ന കോളം വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ എടുക്കുക. അപ്പോൾ 218 എന്ന് കിട്ടും. അടുത്തത് P0 Q1 എന്ന് പറയുന്ന കോളം വരയ്ക്കുക. അതിൻ്റെ ടോട്ടൽ എടുക്കുക. അപ്പോൾ 218/146 × 100 പാസ് കിട്ടി. ഇനി ബൗലി ഡോർവിഷ് സിമ്പിളാണ്. ഇത് രണ്ടും കൂടി കൂട്ടുക. സിഗ്മ P1 Q0/സിഗ്മ P0 Q0 പ്ലസ് ആൻസർ തമ്മിലല്ല കേട്ടോ മക്കളെ കൂട്ടേണ്ടത്. 151+1 അല്ല ചെയ്യേണ്ടത്. പിന്നെയോ 272/180 പ്ലസ് 218/100 ഇൻറ്റു ചെയ്യണതിന് മുമ്പുള്ള വാല്യൂ ഇല്ലേ, സിഗ്മ P1 Q0. മനസ്സിലായോ? അപ്പോൾ 272/180 പ്ലസ് 218/146 കൂട്ടിയിട്ട് കിട്ടുന്ന ആൻസറിൻ്റെ ഹാഫ് എടുക്കുക, പകുതി എടുക്കുക. എന്നിട്ട് അതിനെ 100 വെച്ച് ഇൻറ്റു ചെയ്യുക. അതാണ് ബൗലി ഡോർവിഷ്. ക്ലിയർ ആയോ? ഡിവൈഡ് ചെയ്തിട്ട് ഒരു സംഖ്യ കിട്ടും, അപ്പുറത്തും ഡിവൈഡ് ചെയ്തിട്ട് അത് രണ്ടോട് കൂട്ടിയിട്ട് അതിന്റെ ഹാഫ് എടുക്കുക, ബൈ 2 ചെയ്യുക. മൊത്തത്തിലോ? ആ കിട്ടുന്ന കൂട്ടി കിട്ടുന്ന ആൻസറിലിടാ. ആ കിട്ടുന്ന ആൻസർ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക, ബൈ 2 ചെയ്യുക. എന്നിട്ട് അതിനെ ഇൻറ്റു 100 ചെയ്യുക കേട്ടോ. ബൈ 2 ചെയ്യുക, എന്നിട്ട് ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ. ഫിഷർ കാണാൻ എളുപ്പമാണ്. അത് റൂട്ട് ഉണ്ട് കേട്ടോ. ഫിഷറിന് മാത്രമേ റൂട്ടുള്ളൂ. അപ്പോൾ സിഗ്മ P1 Q0 അതായത് 272/180 ഇൻറ്റു 218/146 ചെയ്തിട്ട് എന്ത് ചെയ്യണം, അവിടെ ഇൻറ്റു ആണ്, പ്ലസ് അല്ല കേട്ടോ. ഇൻറ്റു ചെയ്തിട്ട് ആ കിട്ടുന്ന ആൻസറിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് ഇൻറ്റു 100 ചെയ്യുക. അതാണ് ഫിഷേഴ്സ്. ക്ലിയർ? ഇതിലിപ്പോ ഈ രണ്ട് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി, പിന്നൊക്കെ സുഖ. ഇതിലെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി അങ്ങോട്ട് ഇടും. അപ്പൊ ഈ 2 ഇക്വേഷൻ പഠിക്കുമ്പോൾ നമ്മൾ 4 കോളം വരച്ചല്ലോ. 2 ഇക്വേഷൻ പഠിക്കുമ്പോൾ നമുക്ക് 4 കോളം വേണ്ടി വരും ഇക്വേഷൻ ആ ടോട്ടൽ കിട്ടാൻ വേണ്ടി അല്ലേ. ആ കോളം തന്നെ ആവശ്യമുള്ളൂ മറ്റുള്ളതിനും, ബൗലയ്ക്കും ഫിഷേഴ്സിനും. ഇക്വേഷൻ പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പണി. ഇക്വേഷൻ പഠിക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങൾ കാണുന്നുണ്ടോ മക്കളെ 27ാമത്തെ ക്വസ്റ്റ്യൻ? 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. 2 മാർക്കല്ല, 5 മാർക്കല്ല, എത്ര മാർക്കാ? 10 മാർക്ക്. അപ്പൊ ഇതിലെ ഏതാണ് കറണ്ടും? അപ്പൊ 2010 പ്രൈസ് P0, ക്വാണ്ടിറ്റി Q0, Q1. അത്രേ ഉള്ളു സാധനം. അത് നിങ്ങൾ ആദ്യം എടുത്ത് എഴുതുക ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ. പിന്നെ അപ്പുറത്തെ 2-4 കോളം വരച്ച ലാസ്റ്റ് പേരും ചെയ്യാം, പാസിങ് ചെയ്യാം, ബൗലി ഡോർവിഷും ചെയ്യാം, ഫിഷറും ചെയ്യാം. 10 മാർക്ക് സെറ്റ്. ഓക്കെ ആണോ? കണ്ടോ? 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പർ. ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യാനുള്ള മെത്തേഡ് നിങ്ങൾ എഴുതണം. ഏതൊക്കെ ഇപ്പോൾ പഠിച്ച മെത്തേഡ് അറിയാലോ. സിമ്പിൾ ആവറേജ് ഉണ്ട്, വെയ്റ്റഡ് ആവറേജിൽ വരുന്നതാണ് ഇതൊക്കെ കേട്ടോ. അതെല്ലാം തിയറി അതിനകത്ത് ഉണ്ട് കേട്ടോ. നിങ്ങൾ പഠിക്കണം അത് കേട്ടോ. ഇതിൽ നോക്കിയ മക്കളെ ഈ 27ാമത്തെ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും കണ്ടുപരിച്ചിട്ടുണ്ട്? 27ാമത്തെ ക്വസ്റ്റ്യൻ 10 മാർക്കിന്റെ ബൈനോമിയലിലെ ഫിറ്റിംഗ് ഓർമ്മയില്ല? 8 കോയിന് 256 വട്ടം ടോസ് ചെയ്യണത്. സെയിം ക്വസ്റ്റ്യൻ എല്ലാവരും പോയിട്ട് സാധനം ടെക്സ്റ്റ് ബുക്കിലെ നമ്മൾ പഠിച്ച അതന്നെ. 0 തൊട്ട് 8 വരെ കൊടുത്തിട്ട് എക്സ് 0 തൊട്ട് 8 വരെ കൊടുക്കുക, അപ്ലൈ ചെയ്തിട്ട് ഇൻറ്റു 256 വെച്ച് ചെയ്താൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടി. കണ്ടോ? 10 മാർക്കിന്റെ ക്വസ്റ്റ്യനാ. നിങ്ങൾക്ക് 10 മാർക്കിൻ്റെ 27, 25 ചെയ്താൽ ഫുൾ മാർക്ക് സെറ്റ്. 24 ചെയ്യാം കോറിലേഷൻ കാൾപിയസിന്റെ. കണ്ടോ എന്ത് സുഖം നോക്കി. എല്ലാം ചെയ്യാൻ തോന്നും.